സംഗീതേട്ടൻ്റെ ഒരു അസുഖവും ഇല്ല. ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ വരാൻ തന്നെ മെയിൻ കാരണം വെച്ചാൽ ഈ അതിലും വലിയ മത്സരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആരാദ്യം എന്നെ തീ കെടുത്തടാ. പറക്കുന്ന സാധനം മാറ്റി ഈ പൊട്ടൻ ആദ്യം എടുത്തു വന്ന് വേറെ ഏതോ ഒരു സാധനം. എല്ലാവർക്കും പുതിയവർക്ക് സ്വാഗതം. ചെറിയൊരു ടൈമിംഗിൽ മിസ്റ്റേക്ക് വന്നു കേട്ടാ. എന്നാൽ സാർ ഓക്കെ അല്ലേ ചോദിച്ചോട്ടെ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇവനെ ഇറക്കിയിട്ടുണ്ട്. ഇതാ കാണുന്നില്ലേ, പടക്കം ഇറക്കിന്നല്ല അന്യ ഇറക്കിയിട്ടുണ്ട്. ഇവൻ പടക്കം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇവനാ ഞാൻ വരുന്ന സമയത്ത് കുറെ പടക്കം കൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇന്നത്തെ വിഷുവിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം, സംഗീതേട്ടൻ്റെ ഒരു അസുഖവും ഇല്ല. ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ വരാൻ തന്നെ മെയിൻ കാരണം വെച്ചാൽ ഈ രൂപമാറ്റങ്ങളിലൊന്ന് കുറച്ച് വ്യത്യാസം പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ റീല് അബദ്ധത്തിൽ ഇട്ടുപോയി 2 ദിവസം മുന്നേ. അതിൻ്റെ അകത്താണെങ്കിൽ കമൻറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ സ്പോട്ട് പോവുക, എന്നിട്ട് ആ റീലൊന്ന് ലാസ്റ്റ് ഇട്ട് ഞാനുള്ള ഒരു റീല് കാണുക. അതിലെ കമൻറ്റ് സംഗീതേട്ടൻ എന്തോ ഒന്നല്ല, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ രൂപമാറ്റം സംഭവിച്ചതാണ്. അത് വേറെ ഒന്നല്ല, കുറച്ച് മുടി മുറിച്ചിന് ചെറുതായിട്ട് ഞാനൊന്ന് മെലിഞ്ഞിന്. അതെൻ്റെ ഒരു ജോലിയായി ബന്ധപ്പെട്ടിട്ട് സംഭവിച്ചതാണ്. വേറെ അസുഖമോ കാര്യങ്ങളൊന്നുമല്ല. ഒരാഴ്ച അത്രയേ വേണ്ടൂ. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരാഴ്ച കൊണ്ട് അതൊന്ന് പിക്കപ്പായി വരും. വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പറയുമ്പോൾ ഞാൻ തകർന്നു പോകുന്നു കേട്ടോ. എൻ്റെ വിഷു വരെ നിങ്ങൾ കോളാക്കറ്. അപ്പോൾ നമുക്കേതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷു തകർക്കാൻ പോക്കാന്ന്. അധികം പറയല, നമ്മളെയും കാണിക്കുന്നതായിട്ട് 3 ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അധികം പറഞ്ഞ് ലേഖ അടിപ്പിക്കുന്നില്ല. എന്നാ പിന്നെ അവരൊന്ന് കാണിച്ചില്ലെങ്കിൽ അവിടെ കരച്ചിലായിരിക്കും അല്ലേ അമ്മീ? അയ്യോ ആ നോട്ടല്ല, അയ്യോ ശോകം. വാ എന്നാ നമുക്ക് അധികം കാണിച്ചുകൊണ്ടിരിക്കണ്ട, ഇത് മതി. നമ്മളേതായാലും ഇന്ന് നമ്മളെ വിഷു, ഈ വിഷുവിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടാ. പ്രത്യേകതകൾ എന്തെല്ലാന്നുള്ളത് ആദ്യം തന്നെ പറയണോ അല്ലെങ്കിൽ ഇതിന്റെ നടുക്കായിട്ട് പറഞ്ഞാൽ മതിയോ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം, പടക്കത്തിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന്റെ നടുക്ക് നമ്മളെ പുതിയ പുതിയ വിശേഷങ്ങളും കൂടി പറയാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിഷു ആഘോഷത്തിന് വേണ്ടിയിട്ട് മേടിച്ച പടക്കങ്ങൾ ഏതായാലും ഒന്ന് നമുക്ക് തുറക്കാം. കയ്യിൽ എന്താ, നമ്മളെല്ലാം നല്ല നിലത്തിരിക്കുമ്പോ ഈ ഒരു സമയം ആയതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. ഇതിൻ്റെ അകത്തുണ്ടല്ലോ നമ്മൾ കൂടുതലായിട്ട് പൊട്ടുന്ന സാധനങ്ങളൊന്നും മേടിച്ചില്ല. കാരണം പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെ ഒരു കുഞ്ഞിരാമായണം വേറെ വരുന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ ഫുള്ള് കത്തുന്നിയും പൂക്കുറ്റി അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ കൂടുതലായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ അൻവി, നമുക്കൊന്ന് കത്തിച്ച് തുടങ്ങിയാലോ? മെയിൻ അൻവിന്റെ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചിട്ടുള്ള. കമ്പിത്തിരി, പോക്കറ്റ്, നിലച്ചക്രം. കമ്പിത്തിരിയല്ല നമ്മളെല്ലാം കൂടി തീർക്കേണ്ടി വരും. ഇഷ്ടംപോലെ ബാക്കിയുണ്ടാവും. അൻവിക്ക് കുറച്ചല്ലേ ആക്കാൻ പറ്റും. നമ്മളെന്റെ ഉള്ളിൽ കറക്കി തീർക്കേണ്ടി വരും. ഇത്ര കാര്യം മേടിച്ചിട്ടുണ്ട്. ഞാൻ പറയില്ല, കമന്റിൽ നിങ്ങൾ എന്താന്ന് സത്യല്ലേ? വീടിന്റെ ഇപ്പൊ ഏറ്റവും വലിയ കോമൺ, നമ്മളെ 2 സൈഡിൽ വീടിന്റെ ആ 2 സൈഡിലും വീട്ടിലിപ്പം ഏകദേശം എനിക്കൊന്ന് ഒരു അരമണിക്കൂറായിട്ട് പൊട്ടി തീരാനായി. എന്റെ വീഡിയോ എടുത്ത് ഈ പെട്ടി പൊട്ടിക്കാൻ 5ാമത്തെ ടേക്കായത്. ഈ പെട്ടി പൊട്ടിക്കലും അടക്കലും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ മിക്കവാറും 10 മണി ലാസ്റ്റ് ഉറക്കം വന്നിട്ട് കിടക്കും. അതെയാ, എന്നാ ശരി, എന്നാ പിന്നെ സ്റ്റാർട്ടാകാൻ പോകാൻ. ഏയ് ആമിവാ പൊട്ടിച്ചേ, ആമിവാ കമ്പിത്തിരി വേണമെങ്കിൽ ഇതെന്നാ സാധനം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു പിടുത്തമില്ല. പക്ഷെ ഇത് പറക്കൂന്നാണ് മേടിച്ച സാഹച പറയുന്നത്. ഇത് പറക്കോ ഇല്ല നമുക്കിപ്പോ നോക്കാം. ഞാൻ ഇത് ആണോ അവര് പറക്കുന്ന സാധനത്തിനാ വനോളം പറന്ന് ഡ്രോൺ വാങ്ങിയ പറക്കുന്നീ നോക്കിട്ട് നിപ്പനെ പൊട്ടുമെന്ന് അറിയില്ല. നോക്കാല്ലേ നമുക്കിത് പറക്കൂല്ലോ. കോൺക്രീറ്റ് ചെയ്ത് വെച്ചത്. പറന്ന് ഓടിക്കോ പറന്ന് പൊട്ടി. ഇത് പറക്കുന്നില്ല, ഈ ചറവറയാണ്. അങ്ങനെ എന്തോ പറക്കും പോലും. അത് വരുന്നില്ലടാ പറഞ്ഞിട്ട്. വാടാ, മതി പറഞ്ഞത് മതി.
ആ പൈപ്പ് നിന്ന് കത്തിന്ന് തോന്നുന്നു. ഓര് വരുന്നുണ്ടാവേ. അത് നമ്മളാദ്യം മെഴുകുതിരി കത്തിക്കും. എന്നിട്ടേ ഫോട്ടോസ് കത്തിക്കും. അത് കാന്താരി പഴക്കം കാണി ദീപാവലി അല്ല, പറക്കുന്ന സാധനം മറ്റേ ഈ പൊട്ടൻ ആദ്യം എടുത്ത് വന്ന് വേറെ ഏതോ ഒരു സാധനം ഇതായിരുന്നു. ഇതിന് പറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമുണ്ട്. ഇത് കുരുവിന്റെ അകത്ത് ചിറക് വെച്ച് കൊടുത്ത സാധനം തോന്നിട്ട്. ഇത് എന്തായാലും കറങ്ങേണ്ട സാധനം ഇനി ഇത് എങ്ങനെ പറക്കും എന്നുള്ള നമുക്ക് നോക്കണം. ഇങ്ങനെ വെച്ചിട്ട് പറത്തി നോക്കാം അല്ലേ. പറന്ന് പറന്ന് എന്റെ റബ്ബർ നിന്ന് കത്തി. ഇവിടെ നാട് നിറച്ച് പൈപ്പായോണ്ട് സകല പൈപ്പും അങ്ങോട്ട് നിർത്തിക്കണേ. ലൈറ്റ് ഓഫ് ആക്കി കണ്ണു കൊത്തുക. പണ്ടേ സിനിമയിലുള്ള പോലത്തെ സാധനങ്ങൾ കേട്ടാ. നിങ്ങളും കറക്ക് കറക്ക്. ഇത് കമ്പിത്തിരിന്റെ മെയിൻ പ്രത്യേകത എന്താ പറഞ്ഞാൽ ആര് കത്തിച്ചാലും കറക്കണം. അത് കമ്പിത്തിരി ഉണ്ടായ കാലം തൊട്ടിട്ട് എല്ലാവരും കേട്ടോ. അത് വേറൊരു കീഴ്വാണ്. എടാ പിന്നെ കമ്പിത്തിരി എന്ന് പറയുന്ന സാധനം പൂക്കുറ്റി കത്തിക്കാൻ മെയിനാണ്. പൂക്കുറ്റിന്റെ വേറൊരു പ്രത്യേകത ഏത് നിമിഷം പൊട്ടാൻ കഴിയും. അതുകൊണ്ട് തന്നെ കമ്പിത്തിരി വെച്ചിട്ട് ഇത് കത്തിക്കാൻ പാടില്ല. എന്നിട്ട് ഓടിക്കൊള്ളുക. അത് ചീറ്റിന്നാ തോന്നുന്നു. ഇങ്ങോട്ട് തെറിക്കുന്നുണ്ട്. എത്ര സമയം എടുക്കുന്നുണ്ട്? ഇങ്ങോട്ട് നോക്കിരി, ഇങ്ങോട്ട് നോക്കിരി, ഇങ്ങോട്ട് കാണിക്കും. അങ്ങോട്ട് കറക്ക്. ആ കറക്കില് നിർബന്ധമാണ്. അതാടെ വീണ് പോയി. അതാ ഒരു കൊള്ളിയെടുത്ത് തട്ട്, ഒരു കൊള്ളിയെടുത്ത് തട്ട്. ഒന്ന് ചവിട്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിഷുവാണ്. ഇന്നല്ല, ഭയങ്കര ഒരു പ്രത്യേകതയാണ് വിഷുവാണ്. ക്യാമറ മുമ്പിൽ വന്നിനി നീ പറയാ, ഞാൻ കമ്പിത്തിരി അതിലും നല്ല. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പൂക്കുറ്റി കത്തിച്ചുകൊണ്ട് നമുക്ക് കാര്യം പറയാം. കുറച്ച് നീ കാര്യം പറ. അപ്പോഴത്തേക്ക് സമയം എന്റെ കമ്പിത്തിരി എത്താൻ കുറെ സമയം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഞെട്ടുന്ന കാര്യമായിരിക്കും കേട്ടോ. ഏറ്റവും വലിയ പ്രത്യേകത ഈ വിഷുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്ത് ഇതുവരെ ഇവന്റെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വിഷു. വീടിന് അതിലപ്പുറമൊക്കെ ഒന്നും പറയില്ല. നമുക്ക് പൂക്കുറ്റി എത്തിക്കാം. കത്തിക്ക 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 പൂക്കുറ്റി പൂക്കുറ്റി കത്തിയില്ല ഇതുവരെ. അപ്പോ ഇന്നത്തെ പിന്നെ അതിലും വലിയ മൊത്തത്തിൽ ആടി കൂടിയ വീട് മിക്കാറ് നിന്ന് കത്താൻ സാധ്യതയുണ്ട്. വീട് മൊത്തം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിഷുവിലെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ എന്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവന്റെ ആദ്യത്തെ രണ്ടാമത്തെ പടക്കം പൊട്ടി. അപ്പൊ ആദ്യത്തെ വിഷു. പിന്നെ എന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ വിടുവോ? നിന്റെ വീട് അൻവി വന്നതിന് ശേഷമുള്ള എന്റെ ഒന്നിച്ചുള്ള ആദ്യത്തെ വിഷു. അൻവിക്ക് അങ്ങനെ യാതൊരു നീ അങ്ങോട്ട് നോക്കിയിട്ട് പറ, അച്ഛൻ്റെ ഒപ്പരമുള്ള ആദ്യത്തെ വിഷു എങ്ങനെയുണ്ട് ചോദിച്ചോട്ടെ. എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്ക്. പറയുന്നുണ്ടാ? നീ അത് പൊട്ടിക്ക്, ഒരു കാര്യമില്ല. നീ അത് പൊട്ടിക്കേട്ടാ. എനിക്കല്ലാണ്ട് ഞാൻ ഇതെല്ലാം മേടിച്ച് കൊണ്ടുതരുവാടാ. നമുക്ക് തീരെ രസമില്ല. നമുക്ക് മറ്റേ പച്ച ഗുണ്ടില്ലാത്തോണ്ട് അല്ലേ മേ, നമുക്ക് ഹെവി സൗണ്ടുള്ള സാധനം വേണമെന്ന്. മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാദ്യം എന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആർക്കും പിടുത്തം കിട്ടുന്നില്ല, നിങ്ങൾക്കായിരിക്കും പിടുത്തം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുതരാം. കറക്കുന്ന സ്പീഡെല്ലാം കളയുന്നത് എന്തോ സംഭവിക്കാൻ പോക്കാണ്. ഒന്നുമില്ല. ഏതാടാ നീ ഇവിടെ മുമ്പിലുണ്ടോ?
ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഫോമിലേക്ക് എത്തിയിട്ടാണുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. ഈ വാഴേണ്ട നടക്കുന്ന 1.5 മണിക്കൂർ മുമ്പ് ഇവിടെ തീപ്പൊട്ടി ഇറക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് നേരത്തെ ഒരു ലാസ്റ്റ് കഴിഞ്ഞു. ഇത് അതിന് ശേഷമുള്ള ശരിക്കുള്ള ലാസ്റ്റ് കേട്ടോ. അതായത് അമിട്ട് ഇടുക്കാച്ച സാധനം ഇന്നെല്ലാം വിചാരിച്ചിട്ട് പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താവുന്നു. ഇതും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ കലാപരിപാടി നിർത്താം. എടാ അത് ഇവിടെ കത്തിക്കല്ല, പുക അടിക്കുന്നില്ല വല്ലാണ്ട്. അന്നി അമിട്ട് ഓടിക്കോ. ഇത് കുറേ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എടുക്കാം. ഇത് ചീറ്റുവോ? ചീരൂല, അത് ചീരൂല. കണ്ടറിയാം. പൊട്ടെ ആ പൊട്ടെ. ആ ഒന്ന് പണി പാളി. ആരെല്ലോ വീട്ടിലെല്ലാം പോയി പൊട്ടുന്നുണ്ട്. അവരെ വീടെല്ലാം കത്തുന്നുണ്ട്. ഇതാ അങ്ങ് വാഴേന്ന് എല്ലാം വണ്ടി ഇത് തീർന്നില്ലടേ. എടേ നിർത്തടേ മതി. എവിടെ കത്തി? സാറല്ല നോക്കാം. സാജ വീഡിയോ ഓണാക്കടാ. എല്ലാം ഓണിലാവാനേ ഉള്ളേ. ഇത് തീർന്നെന്ന് വിചാരിക്കുന്നു. അതൊന്ന് കെടുത്തടേ പോയിട്ട്. ഞാൻ ഇപ്പുറം പോയി കെടുത്താ. സായിച്ച ഈടെ കത്തുന്നുണ്ട്. ഇങ്ങോട്ടാ തീ കെടുത്തടാ. അല്ലെങ്കിൽ നിന്നേൽ ഈ പണിക്ക് വിട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മിട്ട് പൊട്ടിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടി. ഈ നാട്ടിൽ ഇനി നാളെ തീപിടുത്തത്തിന്റെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിട്ട് പൊട്ടിച്ച രംഗായിപ്പോ നിങ്ങൾ കണ്ടത്. അപ്പുറത്തെ 2 വീടുകളിലും പോയി പൊട്ടുപോയത്. നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, ഇതൊന്നും പറയില്ല. സംഭവം ചെരിഞ്ഞു പോയി കേട്ടാ. ചെരിഞ്ഞതങ്ങ് വീണിട്ട് നോക്കുമ്പോൾ ഇതങ്ങ് നിർത്തുന്നുമില്ല. ഇത് ഫുള്ള് തയ്ക്കണേ. സത്യം. ഇറയത്തേക്ക് വരാത്ത എന്തോ ഭാഗ്യം. ഇറയത്ത് നമ്മൾ അങ്ങനെ ബാക്കി പടക്കം വെച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. ആ പൊട്ടിയത് ഒരു 4 ഇങ്ങോട്ടേക്ക് വന്ന് വീണിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല കിട്ടുക്കാച്ചി വിഷയവും. അടുക്കളേന്ന് ഓള് വിചാരിച്ചാൽ ഇത്രയും നമ്മളിതെല്ലാം പൊട്ടിക്കുന്നില്ല. നമ്മൾ ആർത്തേക്കൊന്നും വീട്ടിലില്ല. കിട്ടിയില്ലേ? 2 ഓൾക്ക് കൊടുത്തിന്. 2 ഭാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പേട്ടൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പുറത്തും ഇപ്പുറത്തും ലാഭം ചോദിച്ചിട്ടുണ്ട്. 2 നിങ്ങൾ കിട്ടിയാകുമ്പോൾ 3 ഇപ്പുറവും 2 അപ്പുറവും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ആള് വരും. എൻ്റെ ആടിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പശു നിങ്ങളതാ വെടിവെച്ചൊക്കെ വെച്ചിട്ട് ഇപ്പം ആരെങ്കിലും വരും. അതാ ഉണ്ടാവുക. അച്ഛൻ എല്ലാ വീട്ടിലും പോയി അന്വേഷിക്കുന്നുണ്ട്. വീട് ആർക്കും ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ ഭാഗ്യം. അത് കത്തിച്ചതേ ഓർമ്മയില്ല. അതങ്ങ് ചെരിഞ്ഞ് എന്തോ ഭാഗ്യം. ഇങ്ങനെ അകത്ത് പോയി ഇങ്ങോട്ട് ചോദിച്ചാൽ മതി രാജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കലാശക്കൊട്ട് എന്ന് മറ്റൊരു അമിട്ട് പൊട്ടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ഇതാ പൊട്ടിച്ച ആളിതാ. അയ്യോ, പൊട്ടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാ വീട്ടിൽ നിന്നും ആള് വന്നിന് ഇടാം. ഇന്ന് മൊത്തത്തിൽ നിങ്ങളാണ് ഇവിടത്തേക്ക് വിട്ടത്. ഒരു പച്ച കളറിൽ ഒന്നിടാം. അതിന് ഇങ്ങനെ വീട്ടിൽ നിന്ന് വരാതെ വിട്ട സാധനം കിട്ടീന് കേട്ടോ. എന്തോ ഭാഗ്യോ. അവരെ ആരെല്ലാം അടുക്കളയെല്ലാം പോയിനും തോന്നുന്നു. നല്ല പോക്കാട്ടോ. പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് പൊട്ടലിൽ തന്നെ സാധനം ചെരിഞ്ഞങ്ങ് വീണു. പിന്നെ നിപ്പനങ്ങ് പൊട്ടല്. എന്തോ ഭാഗത്തിന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഒരുമിച്ച് ഇങ്ങനെയുള്ളൊരു വിഷു ആഘോഷിക്കാൻ കിട്ടുന്നത്. മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മെയിനായിട്ട് അൻവി വന്നതിന് ശേഷം എൻ്റെ ഫസ്റ്റത്തെ ഓണായത്. ഞാൻ ഓണല്ല, വിഷു. മറ്റേ അമിട്ട് പൊട്ടിയാൻ്റെ ഇതിനകത്ത് റിലേ പോയതാണ്. വേറെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് നേരത്തെ വീഡിയോ തെറിച്ച് തോന്നുന്നു. അതുകൊണ്ട് പറ്റിപ്പോയതാണ് വിഷു. അൻവി ഒരു തെറ്റേത് പോലീസുകാരൻ പറ്റൂടെ. അപ്പോൾ വിഷു ആണ് കമ്പിത്തിരി തീർന്നു. അപ്പോൾ അടുത്ത എന്തെങ്കിലും പറയുമെന്ന് എല്ലാം കാര്യം മൂട് പോയി. ഓണം എന്ന് പറഞ്ഞിട്ട് മൂട് പോയി. സാറില്ല. അപ്പോൾ എനിക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് പ്രത്യേകത എന്ന് പറയുന്നപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാണ്. ലോകത്തായിരിക്കും ഇല്ലാത്ത പ്രത്യേക ഒരു സംഭവം. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ഇത്. നാളെ ഇനി കുറേ സംഭവങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ. നമ്മളെ
തലേ ദിവസത്തെ രാത്രിക്കത്തെ പരിപാടി മാത്രമേ ഈ തലേദിവസത്തെ രാത്രിക്കത്തെ അമിട്ട് പൊട്ടലാണ് ഇപ്പൊ കണ്ടത്. ഇനി ഒരു അമിട്ട് പൊട്ടലും കൂടി ഉണ്ട് രാവിലെ. രാവിലെ ഇവരിൽ എണീക്കുന്നതിന് മുന്നേ മിക്കവാറും നമ്മളെ ആ മുട്ട് കൊണ്ടേയിരിക്കും മിക്കവാറും ഇവരെല്ലാരും എല്ലാരും വീട്ടിനകത്തേക്ക് കണി കാണലും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം അപ്പുറത്തും ഇപ്പുറത്തെല്ലാം പൊട്ടുന്ന ചേട്ടാ. രാവിലെ ഒരു കണി കാണലും ബാക്കിയുള്ള ഈ ബാലൻസ് സാധനങ്ങളെല്ലാം ബാക്കിൽ രാവിലെ ഉറക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ബാക്കി പൊട്ടിക്കണം. വേറെ ഒന്നുമില്ല. വിഷു എല്ലാവർക്കും അപ്പം ഹാപ്പി വിഷു, നല്ലൊരു വിഷു നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷു. രാവിലെ കൂടി ഉണ്ട് കേട്ടാ. ഹാപ്പി വിഷു രാവിലെ പറയാം. ചിലപ്പോൾ ഇത് ഞാൻ 2 പാർട്ടായിട്ട് ഇടും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയോട് കൂടി ഇതൊരു പാർട്ടിനുള്ളത് ഉണ്ട് എൻ്റെ പൊന്നോ. എന്താ സാധനം കലാശക്കൊട്ട് എന്ന് പറഞ്ഞത് അങ്ങ് അസ്ഥാൻ ടൈപ്പ് കേട്ടോ. സത്യം പറയാൻ തൂണിന്റെ ബേക്കിലല്ല ഒരാള്. അല്ല കുറച്ചും കൂടി ഒരു അരങ്ങി വരെ കുറച്ച് ഫയർഫോഴ്സും കാര്യങ്ങളും വന്നിട്ട് പൊളിയാവും. 2 മിനിറ്റും കൂടി കാത്തിട്ടുണ്ടെങ്കിൽ വരേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും ഒന്നുകൂടി ഹാപ്പി വിഷു. ബൈ ബൈ. പിന്നെ